എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുബ്ഹി നിസ്കാരത്തിന് ശേഷവും മഗ്രിബ് നിസ്കാരത്തിന് ശേഷവും ആരോടും മിണ്ടാതെ ആരോടും സംസാരിക്കാതെ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് അത്ഭുതകരമായ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി ഗുണങ്ങൾ നമ്മൾക്ക് നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെയാണ് ആ ഗുണങ്ങളെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾക്ക് പഠിക്കണം. അതോടൊപ്പം തന്നെ ആ സമയത്ത് ഏത് സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നും നമ്മൾക്ക് പഠിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മളെ സാലിഹായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹജാതിനാ യാ ഖാദിയൽ ഹജാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സ്വാലിഹായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു നൽകട്ടെ. അനേകായിരം ആളുകൾ പല രാജ്യങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ മജ്ലിസിന്റെ അവസാനം എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും ആരോടും മിണ്ടാതെ ആരോടും സംസാരിക്കാതെ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ വെച്ച് അത്ഭുതകരമായ ഒരു സ്വലാത്ത് 100 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന ഗുണങ്ങളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ആ സമയത്ത് പ്രിയമുള്ളവരെ ഏത് സ്വലാത്താണ് 100 പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ടത് എന്നതിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വല്ലാ അലയ്യ മിഅത സ്വലാത്തൻ, ഒരാൾ എൻ്റെ മേൽ 100 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹീന യുസല്ലി സുബ്ഹ ഖബ്ല അൻ യതകല്ലമ, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ഒരാളോടും സംസാരിക്കാതെ ചൊല്ലേണ്ട ദിക്റുകൾ ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ അതിന്റെ ശേഷമുള്ള പ്രാർത്ഥന, ഇതെല്ലാം ചൊല്ലിയതിന് ശേഷം ആരോടും സംസാരിക്കാതെ ആരോടും മിണ്ടാതെ ഒരാൾ 100 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ മേൽ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറയാണ്, ഖലല്ലാഹു ലഹു മിഅത ഹാജ, അവന്റെ 100 ആവശ്യങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. യുഅജ്ജിലുഹു മിന്നാ 30, ആ 100 ആഗ്രഹങ്ങളിൽ നിന്ന് 30 ആഗ്രഹങ്ങൾ അല്ലാഹു പെട്ടെന്ന് നിറവേറ്റി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളെ മജ്ലിസിൽ പറഞ്ഞ ആളുകളുണ്ട്. വീടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, മക്കളില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ജോലിയില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, അതുപോലെ തന്നെ മക്കൾക്ക് ജോലി ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്, കടങ്ങൾ വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്, രോഗം ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്, ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്, മക്കൾക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്, പഠിച്ച ജോലി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ആഗ്രഹങ്ങൾ പറഞ്ഞ് പലരും പല മജ്ലിസുകളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, പെട്ടെന്ന് നമ്മൾക്ക് നിറവേറേണ്ട ചില ആഗ്രഹങ്ങളാണ് വീടെന്ന് പറയുന്നത്, ജോലി എന്ന് പറയുന്നത്, വാഹനം എന്ന് പറയുന്നത്. ഇങ്ങനെ പെട്ടെന്ന് നിറവേറേണ്ട ആഗ്രഹങ്ങളുണ്ടോ? ചൊല്ലിക്കോ, സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ആരോടും സംസാരിക്കാതെ ആരോടും മിണ്ടാതെ 100 പ്രാവശ്യം ഹബീബിന്റെ മേൽ സ്വലാത്ത്. ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ന് ഇൻഷാ അല്ലാഹ് വഴിയേ നമ്മൾക്ക് പറയാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നമ്മളുടെ പെട്ടെന്ന് ചില ആഗ്രഹങ്ങൾ ഉണ്ടാകും നടക്കാൻ. ആ ആഗ്രഹങ്ങളിൽ നിന്ന് 30 ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ നിറവേറ്റി തരുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ മറ്റു 70 ആഗ്രഹങ്ങൾ അല്ലാഹു സാവധാനവും നിറവേറ്റി തരുകയാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ സ്വലാത്ത് ഒഴിവാക്കുന്നത്? അതുകൊണ്ട് ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന എല്ലാ സഹോദരിമാരും എല്ലാ ഉപ്പമാരും എല്ലാ
ഉമ്മമാരും സുബ്ഹി നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ആരോടും മിണ്ടാതെ 100 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലണം. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും റസൂലുള്ളാഹി പറയാണ്, മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ആരോടും മിണ്ടാതെ 100 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ 100 ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്. എത്ര വലിയ അനുഗ്രഹമാണ് 100 സ്വലാത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്നത്. ഈ മജ്ലിസിൽ സുബ്ഹാനല്ലാഹ് റബീഉൽ അവൽ ആയത് മുതൽ ഒരുപാട് സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇത് സ്വലാത്തിന്റെ മാസമാണ്. അപ്പൊ സ്വലാത്തിനെ കുറിച്ച് നമ്മൾ പറയണം. ഒട്ടനവധി സമയങ്ങളിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ സ്വലാത്ത് ചൊല്ലാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം. അള്ളാഹു നല്ല കാര്യങ്ങൾ പഠിക്കാനും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി ഏത് സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, ഇത്ര മാത്രം ചൊല്ലിയാൽ മതി. നമുക്കറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാം. അതിൽ വലിയ പവറുള്ള സ്വലാത്താണ്, എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ്, എളുപ്പത്തിൽ ചൊല്ലി തീർക്കാവുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് പറഞ്ഞാണി, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് പറയുന്ന എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്? വളരെ ഉഷാറായി സംസാരിച്ചോളൂ, വളരെ ഉഷാറായി ചൊല്ലിക്കോളൂ. ഇത് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്താണ്. ഈ റബീഉൽ അവ്വലിൽ നമ്മളെ വീട് മുഴുവനും, നമ്മളെ നാട് മുഴുവനും, നമ്മളെ രാജ്യത്ത് മുഴുവനും ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്താണ് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷവും മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും നമ്മൾ അധികരിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ച് 100 പ്രാവശ്യം നിർബന്ധമായി നമ്മൾ ചൊല്ലുക. എന്നാൽ നമ്മളെ 100 ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുകയാണ്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഒട്ടനവധി ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നായി, പല നാടുകളിൽ നിന്നായി, പല രാജ്യങ്ങളിൽ നിന്നായി പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും സമാധാനം നൽകണേ അല്ലാ. അവരുടെ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ അല്ലാ. കടങ്ങൾ കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകളുണ്ട്, സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ഖൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ഖൈറ് നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഭാര്യ മക്കള്, ഞങ്ങളെ കുടുംബക്കാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം തന്ന ആളുകളുണ്ട് റഹ്മാനെ. മുഅ്മിനീങ്ങൾക്ക്, ഞങ്ങളെ അയൽവാസികൾക്ക്, കൂട്ടുകാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും സാമ്പത്തികമായ അഭിവൃദ്ധിയും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ അല്ലാ. ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. നിന്റെ കാവല് നൽകണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചികമായ ശർറുകളെ തൊട്ട് കാക്കണേ അല്ലാ. സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയകളെ തൊട്ട് കാക്കണേ അല്ലാ. ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ. നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ലാ. ബറക്കത്തിന്റെ വഴികൾ തുറക്കണേ റഹ്മാനെ. റഹ്മത്ത് നൽകണേ അല്ലാ. കാരുണ്യം നൽകണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പ്രത്യേകം നിന്റെ സംരക്ഷണം നൽകണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ ഏറ്റെടുക്കണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ
നൽകണേ അല്ലാ. ദുആക്ക് ഇജാബത്ത് നൽകുന്ന മജ്ലിസാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഹബീബിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാല തൗഫീഖ് നൽകണേ അല്ലാ. അവിടെ ചെന്ന് മുത്തുനബിയോട് സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാൻ, മുത്തുനബിയെ ഉണർവിലായി കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ടുകാക്കണേ അല്ലാ. ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. പരാജയപ്പെടുത്തണേ അല്ലാ. ഭർത്താക്കന്മാരെ ജോലിയിൽ ഖൈർ നൽകണേ അല്ലാ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. സമ്പത്ത് നൽകണേ അല്ലാ. ജീവിക്കാൻ ആവശ്യമായ പണം നൽകണേ അല്ലാ. കടത്തിലാക്കല്ല അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ലാ. ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ അല്ലാ. ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.